സോ യെസ്, വെൽക്കം ബാക്ക്. ഏകദേശം ഒരാഴ്ചത്തോളമായി വീഡിയോ ചെയ്തിട്ട്. എല്ലാ വീഡിയോസിലും പറയും പോലെ തന്നെ പല കാരണങ്ങളുണ്ട്. അതായത് ജോലി, സമയം കിട്ടണില്ല, എല്ലാം കൂടെ ടൈം മാനേജ്മെൻ്റൊക്കെ ഭയങ്കര പോറാണ് ഞാൻ. അതുകൊണ്ട് സമയം കിട്ടുന്നില്ല എല്ലാത്തിനും കൂടെ. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റും കൂടെ ആയതുകൊണ്ട് ഉറക്കം ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, കമ്മിങ് ബാക്ക് ബിഗ് ബോസ്. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഞാൻ വീഡിയോ ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ പല ഓൺലൈൻ മീഡിയാസിലും നിങ്ങളെല്ലാവരും കണ്ടു കാണും, ശനി ഞായർ എവിക്ഷൻ ആണെന്നറിയാം. എവിക്ഷനിൽ ആര്യൻ ഔട്ടായി എന്ന രീതിയിലൊക്കെയാണ് പല ഓൺലൈൻ മീഡിയാസിലും പല ഈ സ്റ്റോറി പ്രൊമോട്ട് ചെയ്യുന്ന പേജസിലും എല്ലാത്തിനും വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിച്ചു. പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്ലെയറാണ് ആര്യൻ എന്ന് പറയുന്നത്. ഔട്ട് ആവണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ. ശരിക്കും അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി ആര്യൻ ഔട്ടായല്ലോ. കാരണം ഒരു രീതിയിലുള്ള പ്ലേയിങ് അവിടെ ചെയ്യുന്നില്ല. ഷിയാസും നമ്മുടെ ശ്വേതയും അവർ രണ്ടുപേരും ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഒരു പണി കൊടുത്തായിരുന്നു, താരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ. എന്നിട്ട് പോലും അവന് മനസ്സിലായില്ല അത് അവന് കൊടുത്തൊരു ഹിൻ്റാണ്. അവനെ പുറത്ത് ആളുകൾ ഇങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും അവനില്ല. അങ്ങനത്തെ ഒരു പ്ലെയർ ഔട്ടായി പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവിടെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ മിസൈലിനെ താങ്ങി നടക്കുന്നതല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അത് കണ്ടിട്ടില്ല ഞാൻ. അതുകൊണ്ട് ഔട്ടായെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമായി. പക്ഷേ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ ഔട്ടായിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയാസിൽ ഇങ്ങനെ തള്ളി വിടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പലരും പലരും സ്റ്റോറീസ് വരെ ഇട്ടു, ആര്യൻ എവിക്റ്റായി, പലരും വീഡിയോസ് വരെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് പലരും, അതായത് അവർക്ക് കുറേ ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങൾ യൂസ് ചെയ്ത് അറിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റോറിയൊക്കെ ഇട്ടത്. പലപ്പോഴും ഇങ്ങനത്തെ സ്റ്റോറികൾ കാണുമ്പോൾ അത് പലതും കറക്റ്റ് ആവാറുണ്ട്. ആ മസ്താനി ഔട്ടായപ്പോഴും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ആര്യനും ഔട്ടായി കാണുന്നു. പക്ഷെ ആര്യൻ ഔട്ടായിട്ടില്ല, വെറുതെ കൊതിപ്പിച്ചു. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണൽ ഫേവറേറ്റും ഇല്ല, എന്നാൽ അങ്ങനെ ഹെയ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ അതിൻ്റെ അകത്ത് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ആര്യന് എനിക്ക് ഇപ്പം ഒരു താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ്. എനിക്ക് പേഴ്സണലി ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ അവിടെ സാരിത്തൂമ്പും താങ്ങി നടക്കുന്നതല്ലാതെ ഗിസേൽ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാനും ഗിസേൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ മറയ്ക്കാനും ആയിട്ടുള്ള ഒരാൾ, അതാണ് ആര്യൻ അതിൻ്റെ അകത്ത്. അപ്പോൾ ഔട്ടായി പോട്ടെ എന്ന് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ റെനയാണ് ഔട്ടായത്. റെന ഇറങ്ങുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അകത്ത് റെനയെക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് റെന ഔട്ടായി, ഓക്കെ. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് സാബു മാൻ എങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നു എന്നാണ്. അത് എല്ലാവർക്കും ഉള്ളൊരു കോമൺ ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ഈ സാബു മാൻ ഈ ക്യാമറയിലും പെടാതെ കണ്ടന്റും തരാതെ ആളുകളെ വോട്ട് വാങ്ങിച്ച് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ ഒരൊറ്റ ടാസ്ക്, ആ ഹോട്ടലിൻ്റെ ടാസ്ക്, അത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു എല്ലാവരും എ സിക്കകത്ത് നിന്നപ്പോൾ കോട്ടും മാസ്കും ഇതുപോലത്തെ മാസ്കൊക്കെ വെച്ച് പുള്ളിക്കാരൻ പുറത്തായിരുന്നു. എ സി ഒന്നുമില്ല, ആകെ വേർത്തു. പുള്ളിക്കാരന് കൊടുത്ത റോള് പുള്ളിക്കാരൻ നല്ലപോലെ ചെയ്തു. ആ ഒരൊറ്റ കാര്യം ഒഴിച്ച് നിർത്തിയാൽ വേറെ ഒന്നുമില്ല അവിടെ. ശരിക്കും ഒന്നുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, അവിടെ ഒന്നുമില്ല വേറെ കണ്ടന്റായിട്ട് സാബുമാൻ. പുള്ളിക്കാരൻ എങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു എന്ന് പുള്ളിക്കാരൻ തന്നെ ഡൗട്ടുണ്ട്. കാരണം ലാലേട്ടൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ തന്നെ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഞാനിവിടെ നിൽക്കുന്നത് എന്ന രീതിയിൽ പുള്ളിക്കാരൻ തന്നെ ആലോചിക്കുന്നുണ്ട്. അത് എനിക്ക് ഒട്ടും പിടികിട്ടാത്തൊരു ഇതാണ്. അതായത് പ്രവീൺ ഔട്ടായി കഴിഞ്ഞ വീക്കിൽ. അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. വന്നതേ ഉള്ളൂ. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലപോലെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, നല്ലപോലെ കളിച്ച് വന്നതായിരുന്നു. അപ്പോഴും സാബുമാൻ അവിടെ നിൽക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. ഇറങ്ങിയിട്ട് പ്രവീൺ തന്നെ പറയുന്നു, പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു, ഞാൻ ഔട്ടാവുമെന്ന് തന്നെ വിചാരിച്ചില്ല. അതിൽ പ്രവീൺ എടുത്തു പറയുന്നുണ്ട്, അതായത് ചുമ്മാ ഒരു കണ്ടന്റും കൊടുക്കാതെ അവിടെ ബീൻ ബാഗിൽ കിടക്കുന്ന ആളുകളുണ്ട്. അത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാബുമാനാണോ അറിയില്ല. എന്തായാലും അങ്ങനത്തെ ആളുകളുണ്ട് അതിൻ്റെ അകത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സാബുമാൻ്റെ കാര്യം, എങ്ങനെ തട്ടിയും മുട്ടിയും പോണതെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ ഈ വീക്കിൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ വന്നതിനേക്കാളും കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ, എൻ്റെ അമ്പോ, കഴിഞ്ഞ ആഴ്ച വീക്കിൽ ലാലേട്ടൻ വന്ന് എല്ലാവരും ഫയർ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ സൽമാൻ ഖാനാണെന്ന് തോന്നുന്നു കുറച്ച് അഗ്രസീവായിട്ട് ആളുകളടുത്ത് പെരുമാറുന്നത്. പക്ഷെ അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതൊക്കെ കാണുമ്പോൾ. പക്ഷെ ലാലേട്ടൻ വന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ രീതിയിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് എങ്ങനെ ദേഷ്യപ്പെടുന്നു ആ രീതി നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അത് ശരിക്കും അന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അന്ന് എല്ലാവരെയും എല്ലാ കാര്യത്തിലും ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒനിൽ, ലക്ഷ്മി വിഷയം, അതുപോലെ ലക്ഷ്മി, ആദില, നൂറ, ഇവരുടെ കാര്യം എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അന്ന് ലക്ഷ്മിയെ കൊണ്ട് മാപ്പ് വരെ പറയിപ്പിച്ചു ഈ ഒനിയലിൻ്റെ കാര്യത്തിൽ. വളരെ നല്ല കാര്യം. ലാസ്റ്റായിട്ട് വീഡിയോ ചെയ്തത് ഞാൻ ലക്ഷ്മിക്കെതിരായിരുന്നു. അതായത് ലക്ഷ്മി അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും കേട്ടതാണ്. അതിന് എല്ലാ പുരുഷന്മാരോടും, അതായത് ഈ ഫേക്ക് അലിഗേഷൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട എല്ലാ പുരുഷന്മാരോടും സോറി പറയണമെന്ന് പറഞ്ഞു പറയിപ്പിച്ചു. വളരെ നല്ല കാര്യം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ. അന്ന് ലക്ഷ്മി എന്തായാലും സോറി പറയും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അതിൻ്റെ തലേന്ന്, ലാലേട്ടൻ വരുന്നതിൻ്റെ തലേന്ന് പുള്ളിക്കാരി ഒരു ഡ്രാമ ഇറക്കാൻ നോക്കി ഒനിയലിൻ്റെ അടുത്ത്. പക്ഷേ ഒനിയിൽ ഒരു രീതിയിലും നിന്നിട്ടില്ല. ലാലേട്ടൻ വരട്ടെ, അതിനെപ്പറ്റി സംസാരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു. അത് വേണം. കാരണം ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻ കാരണം അതിന് ഞാൻ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല. ഏകദേശം ഒരാഴ്ചയായി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതുപോലെ ആദില നൂറ, ആ എപ്പിസോഡൊക്കെ എപ്പിസോഡ് തന്നെയാണ്. 2 എപ്പിസോഡായിട്ടാണ്. അതായത് ഒനിയലിൻ്റെ വിഷയം സംസാരിച്ച ഒരു എപ്പിസോഡ്, ആദില നൂറയുടെ വേറൊരു എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഇല്ല, ലക്ഷ്മി തീർന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ലക്ഷ്മിക്ക് ഇപ്പോൾ ഫാൻ ബേസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് വന്ന ഷിയാസല്ല, ശ്വേതയും നമ്മുടെ റിയാസും ശ്വേതയും വന്നിട്ട് ലക്ഷ്മിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടതാണ്, ഈ അനുമോളെ പിറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നതാണ് ആര്? അപ്പാനി എവിക്റ്റ് ആയിപ്പോയി. എന്തുകൊണ്ടാണ്? ആദ്യം കാണുമ്പോൾ ഒരു രസം തോന്നും. അതായത് ഇങ്ങനെ കളിയാക്കുന്നതും എന്താ പുറകെ നടന്ന് ബുള്ളി ചെയ്യുന്നതൊക്കെ ആദ്യം ഒരു രസമാണ്, കളിയായിട്ട് എല്ലാവരും കാണും. പക്ഷെ അത് നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും അതൊരു വെറുപ്പായി മാറും. അത് തന്നെയാണ് അപ്പാനിക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയത്. ഔട്ടായി പോയി. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് കഞ്ഞിയും കുടിച്ചിട്ടിട്ടുണ്ട്. അതേ മെത്തേഡാണ് ഇവിടെയും ചെയ്തത്. വന്ന ഉടനെ എല്ലാവരും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തു. ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ലക്ഷ്മി അതിനനുസരിച്ച് നിന്നു. അതായത് ബോൾഡും, അതായത് ഒരു അഭിപ്രായം മാറ്റി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗസ്റ്റ് എന്ന ഒരു പരിഗണനയും കൊടുക്കാതെ പുള്ളിക്കാരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ആ ഒരൊറ്റ ഇതുകൊണ്ട് ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ കയറിയിട്ടുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, നല്ലപോലെ കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിഷേക് വന്ന സമയത്താണ് ആ ഒരു ഹിന്റ് കൊടുത്തത്. ആ ഹിന്റ് കൊടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അഭിഷേക് മറ്റേ സിനിമയുടെ പ്രൊമോഷൻ വന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് സംസാരിക്കുകയും പല രീതിയിൽ ഹിന്റ് കൊടുത്തു എന്നൊക്കെ പല ന്യൂസുകളും വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ലക്ഷ്മി ഒന്നും ഗെയിം പ്ലാൻ മാറ്റിപ്പിടിച്ചത്. ലക്ഷ്മി ജെനുവിൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഫേസ്ബുക്കിൻ്റെ, അതായത് നമ്മുടെ ആ മോഡലിൻ്റെ പേര്, ഗസ്റ്റായിട്ട് വന്ന ശ്വേതയുടെ കൂടെ വന്ന, പെട്ടെന്ന് ഞാൻ മറന്നു കേട്ടോ. പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഫേസ്ബുക്കിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ആ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വൈറലായ പോസ്റ്റുകളാണ്. ഏകദേശം 2018 ടൈമിലാണെന്ന് തോന്നുന്നു ആ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ട സമയത്ത് എന്താണ്, LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇട്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗെയിം ആയിരിക്കാം. കാരണം LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും അത് ഒപ്പോസ് ചെയ്യുന്നവരാണ് ഈ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ അവരുടെ വോട്ട് പിടിച്ച് പറ്റാനായിട്ട് എന്താണ് ഇവർക്കെതിരെ പറയുക. ആ ഒരൊറ്റ ഇതേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം പ്ലാൻ തന്നെയാണ്. അവർ പറയുന്നത് പലരും ഇൻഫ്ലുവൻസ് ആവും. എനിക്ക് അതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇൻഫ്ലുവൻസ് ആവും എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, നീ ഒരു ഗേ ആണ്, അല്ലെങ്കിൽ നിനക്ക് ആണുങ്ങളോടാണ് താല്പര്യം എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കത് തോന്നണമെന്നില്ല. എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നണ്ടേ? ഉള്ളിൽ നിന്ന് വേറെ ഒരാളടുത്ത് ഒരു അട്രാക്ഷൻ തോന്നണ്ടേ? ഞാൻ ബേസിക്കലി ഒരു സ്ട്രൈറ്റ് പേഴ്സൺ ആണ്. അപ്പം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് സ്ട്രൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരിക്കലും അത് കറക്റ്റായിട്ടുള്ള ഒരു ടേം അല്ല. ആ ടേം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. അതൊരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടല്ല. അത് ഹോർമോൺസിന്റെ ചേഞ്ചസും ഹോർമോൺസിന്റെ കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഇവർ വന്നിട്ട് ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊക്കെയാണ് പലരും ഇങ്ങനെ തള്ളുന്നത്. പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്നാൽ, ഇംപ്ലിമെന്റ് ചെയ്താൽ ആരും ഇൻഫ്ലുവൻസ് ആവാൻ പോകുന്നില്ല. അതൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ അത് അവരുടെ കുഴപ്പമില്ല, LGBTQ കമ്മ്യൂണിറ്റിയുടെ കുഴപ്പമില്ല. ജനിച്ചപ്പോഴേ അവർ LGBTQ കമ്മ്യൂണിറ്റി ആവണമെന്ന് പറഞ്ഞ് ജനിക്കുന്നവരുമല്ല. ഹോർമോണിന്റെ വ്യത്യാസം കാരണം പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല, പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാർ പറയുന്നത്, പുള്ളിക്കാരൻ മകൻ കാണുന്ന ഷോയാണ്, മകൻ ഇൻഫ്ലുവൻസ്ഡ് ആവും. മകൻ കാണുന്ന ഷോ ആണെങ്കിൽ അതിൽ ചോദിച്ചതുപോലെ എന്തിന് ഈ ഷോയിലോട്ട് വന്നു? ആ ഷോയിലോട്ട് പുള്ളിക്കാർ വരുന്നതോടെ പുള്ളിക്കാരുടെ മോൻ എന്തായാലും ഇരുന്ന് കാണും. മമ്മിയെ കാണണം, ലക്ഷ്മിയെ കാണണം എന്ന രീതിയിൽ ലക്ഷ്മിയുടെ മകൻ ഇരുന്ന് കാണേണ്ടി വരും. അപ്പം അതിനേക്കാളും നല്ലത് ആ ഷോയിൽ വരാതിരിക്കുന്നതല്ലേ. അപ്പം അപ്പോഴെന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇതെല്ലാം ജസ്റ്റ് ഒരു ഗെയിം മാത്രമാണ്. എങ്ങനെയെങ്കിലും കപ്പടിക്കണം എന്ന ഗെയിം മാത്രമാണ് ലക്ഷ്മിയുടേത്.
അത് അതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇപ്പം സത്യം പറഞ്ഞാൽ റിയാസും ആ നമ്മുടെ ശ്വേതയും അതിൻ്റെ അകത്ത് വന്ന ശേഷം നല്ല രീതിക്ക് ഫാൻ ബേസ് കൂടിയിട്ടുണ്ട്. മിക്കവാറും നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ പുള്ളിക്കാർ കപ്പടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം പുള്ളിക്കാരിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും എന്ത് വന്നാലും ഐ ഡോണ്ട് കെയർ എന്ന രീതിയിലും, പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ സ്ത്രീകൾ അത്ര ബോൾഡായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കുറവാണ്, ഭയങ്കര കുറവാണ്. കാരണം താളത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എവിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, റൺ ഔട്ടായി. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതാണ് ആര്യൻ ഔട്ടായി എന്ന് കേട്ടപ്പോൾ. പക്ഷെ ആര്യൻ ഔട്ടായിട്ടില്ല. ശരി, എന്ത് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, താല്പര്യമില്ല, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിനെക്കാട്ടി ഈ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്ന് എല്ലാവരെയും ഫയർ ചെയ്യാതെ എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനായിട്ടൊരു സമയം കൊടുത്തു, സ്ഥലം കൊടുത്തു എന്നുള്ളതാണ്. അതായത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നില്ല, അവർ തന്നെ സംസാരിക്കുന്നു, അവർ തന്നെ ആ ക്ലാരിറ്റി വരുത്തുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി തീർന്നു എന്ന് വേണം പറയാൻ. കാരണം ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ ആരും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല, എല്ലാവരും ഇരുന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭം അതിൻ്റെ അകത്ത് കുറവാണ്. കാരണം അതിൻ്റെ അകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി, ആരെങ്കിലും അതിൻ്റെ അകത്ത് ഒരാൾ ട്രിഗറായ പിന്നെ അതിൻ്റെ അകത്ത് കാക്കക്കൂട്ടിൽ കല്ലിട്ടത് വരുന്നു. ബഹളം 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 ബഹളം, ആരും ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു, അടുത്ത ആഴ്ച വരുന്നു, ഞാൻ വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു. ഇതിലുപരി നമുക്ക് ഈ ഒരു ടാസ്ക് അതിൽ അവർക്ക് കൊടുക്കാനുള്ളൂ. അതായത് എണീച്ച് നിർത്തി അവർക്ക് റിഗ്രറ്റ് അടിക്കുന്ന, അവർക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്ത കാര്യം പ്രേക്ഷകർ എന്തുകൊണ്ട് അവരിവിടെ നടത്തുന്നു, അങ്ങനെ ഒരു സംഭവം എല്ലാവരോടും സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്ന പലരും അതിൻ്റെ അകത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സാധനമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് കൂടുതലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തതിൻ്റെ പ്രശ്നം വളരെ നല്ലതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സംസാരം നടന്നപ്പോൾ എല്ലാവരും കേൾക്കുകയും ചെയ്തു. കാരണം ലാലേട്ടൻ നിന്നതുകൊണ്ടാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ലാലേട്ടൻ നിന്ന ഒരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് എന്താണ് ഇങ്ങനെ ഒരു സംസാരം നടന്നതും എല്ലാവരും അത് ഒരുപോലെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത് ലാലേട്ടൻ എന്ന ഒരാൾ അവിടെ നിന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇതൊരു ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് അവിടെ ലാലേട്ടൻ ഇല്ലാത്ത സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ കുളമാക്കിയേനെ. അറിയാലോ, ഏത് ടാസ്ക് കൊടുത്താലും കുളമാക്കലാണല്ലോ ഇപ്പോഴത്തെ സീസണിലെ ആൾക്കാരുടെ ഒരു മെയിൻ ഹോബി. അപ്പം അതെന്തായാലും കൊടുത്തത് വളരെ നന്നായി. പല പ്രശ്നങ്ങളും പറഞ്ഞു തീർന്നു. പിന്നെ ഓൺലൈൻ മീഡിയാസിലും നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏത് തുറന്നാലും അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗിസേലിൻ്റെ അടുത്ത് ലാലേട്ടനൊരു പ്രത്യേക ഒരു ഇതാണ്, പ്രത്യേക ഒരു വാത്സല്യം, പ്രത്യേക ഒരു ക്യൂട്ട്നെസ് ആണ് ലാലേട്ടൻ വരുമ്പോൾ എന്ന രീതിയിലൊക്കെ കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു. പക്ഷെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അനുമോളെ ഫയർ ചെയ്തു. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ കണ്ടതാണ്. അതായത് ഉത്തരം പറയരുത്, ഉത്തരം ഒരെണ്ണം എണീറ്റ് നിന്ന് കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റിച്ചിട്ട് എന്താ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കണം വാടച്ച്. ഇത് എണീറ്റ് നിന്ന് പിന്നെയും മറ്റേ ഉത്തരം പറഞ്ഞാൽ ആർക്കാണ് ദേഷ്യം വരാത്തത്? കിട്ടി, നല്ലതുപോലെ കിട്ടി. അതുപോലെ ആദില ആദില എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ട് അകത്തോട്ട് വരാൻ നേരത്ത് നൂറയും നമ്മുടെ അനുമോളും കൂടെ ഓടി പുറത്തുപോയി. ഇതാണ് അവസാനം നടക്കുന്നത്. അവിടെ ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകം അവർക്ക് മാത്രം എന്താണ്, ഇവർ എവിക്റ്റ് ആയില്ല, അകത്തോട്ട് തന്നെയാണല്ലോ വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഇറങ്ങി പുറത്തോട്ട് ഓടി. അതും ലാലേട്ടൻ്റെ ദേഷ്യം വന്നു. സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. റൂൾസ് തെറ്റിക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ലാലേട്ടൻ പോയി. സാധാരണ ഒരാൾ എവിക്റ്റായി പുറത്തു പോകുമ്പോൾ തന്നെ ഇന്നലെ എവിക്റ്റായി പുറത്തു പോകുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? പുറത്ത് പോയിട്ട് അകത്തുള്ള ആൾക്കാരെ കാണുന്നു, നിങ്ങൾക്ക് കാണണോ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അകത്തുള്ള ആൾക്കാരുമായിട്ട് പുറത്തുള്ള ആളുകൾ സംസാരിക്കും. പുറത്തുള്ള ആളുകൾ മീൻസ് ഔട്ടായി പോയവർ. ഇന്നലെ അത് വെച്ചിട്ടില്ല. എന്തുകൊണ്ട്? ലാലേട്ടൻ അത്രയും ദേഷ്യം വന്നാണ് ഇറങ്ങി പോയത്. കാരണം അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ, അവിടെ നിയമാവലികൾ പുള്ളിക്കാരൻ, അതായത് ലാലേട്ടൻ വരുന്ന ദിവസമെങ്കിലും നല്ലതുപോലെ ഒന്ന് പാലിച്ചുകൂടെ അവർക്ക്? ആ ഒരു ബോധം വിവരം അവർക്കില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആ ആര്യനൊക്കെ പുള്ളിക്കാരൻ, അതായത് ലാലേട്ടൻ അവിടെ ഇരിക്കുകയാണ്, എല്ലാവരും ലാലേട്ടൻ ആയതുകൊണ്ടല്ല, പുള്ളിക്കാരൻ ഇത്രയും നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. അതായത് ഇന്ത്യൻ സിനിമ, വേൾഡ് സിനിമയിൽ എടുത്താൽ തന്നെ നല്ലൊരു ആക്ടറാണ് പുള്ളിക്കാരൻ. അപ്പം അങ്ങനെ ഒരാൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികെട്ട സ്വഭാവമാണ്. പുള്ളിക്കാരൻ വന്ന് നിൽക്കുമ്പോൾ കാലുമേ കാലും ഇട്ടാണ് അവിടെ ഇരിക്കുന്നത് തന്നെ. ആര്യനൊക്കെ എന്തോ വലിയ സംഭവം എന്നാണ് വിചാരം. അവിടെ ആർക്കും ഇല്ലാത്തൊരു ഡിസ്റെസ്പെക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനോട് ആര്യം കാണിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് എനിക്ക് ശരിക്കും പേഴ്സണലി അവനെ ഇഷ്ടമല്ല. ഭയങ്കര പുച്ഛമാണ് എല്ലാത്തിനും. അവൻ ചെയ്യുന്നത് മാത്രം ശരി എന്ന രീതിയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ എനിക്കത് തുറന്നു പറയണതിൽ കുഴപ്പമൊന്നുമില്ല.
കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പേഴ്സണൽ ഫേവറേറ്റ്സ് ഇല്ലെങ്കിലും പേഴ്സണലി ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ആളുകളല്ല ആള്. അത് ആര്യൻ മാത്രമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അതിൽ കാരണം ലാലേട്ടൻ ഫയർ ചെയ്യുന്ന എപ്പിസോഡാണല്ലോ കൂടുതൽ എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇന്നലെ ഫയർ ചെയ്യുന്നതിന് പകരം കൂളായിട്ട് ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തു. എല്ലാവർക്കും പറഞ്ഞു തീർക്കാനുള്ളത് അവിടെ പറഞ്ഞു തീർത്തു. അപ്പം പിന്നെ ആദ്യമേ വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്തുവാ ഈ കാർഡുകൾ ഇറക്കുന്നതെല്ലാം ഞാൻ കീറിക്കളയാൻ പോവുകയാണ്. നെവിൻ പരമാവധി ശ്രമിച്ചു ആ കാര്യം ഒന്ന് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ഒരു കാര്യം ഇവിടെ സംസാരിക്കാത്തത്. ലാലേട്ടൻ അടുത്ത് സംസാരിച്ചിട്ടില്ല. നെവിനും നമ്മുടെ നമ്മുടെ ഒരു രുദ്രൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു. ഷാനവാസുമായിട്ടുള്ള പ്രശ്നം അത് സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ കാർഡുകളൊന്നും ഞാൻ ഇനി എടുക്കുന്നില്ല. അത് ആദ്യമേ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, നിവിൻ അങ്ങ് അറ്റം വരെ പരിശ്രമിച്ച് നോക്കി. അതായത് മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് നോക്കി 2 എപ്പിസോഡിൽ. ലാലേട്ടൻ ചോദിക്കുമെന്ന് വിചാരിച്ചു, ചോദിച്ചില്ല. വളരെ നല്ല കാര്യം. കാരണം ആ ഒരു ടാസ്ക് കൊടുത്തു, സംസാരിക്കാനുള്ളത് സംസാരിച്ച് തീർത്തു. അവിടെ തീർന്നു. ദാറ്റ്സ് ഓൾ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെയാണ് ആ നിവിൻ്റെ കേസ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. വെറുതെ എന്തിനാണ് കഴിഞ്ഞ കാര്യം എടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഡെയിലി ഞാൻ പറഞ്ഞു ഡെയിലി വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജോലി അങ്ങനെ കുറേ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ